പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അഖിൽ എന്ന വിദ്യാർത്ഥിയെ പാലക്കാട് നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് ഇയാളെന്നാണ് വിവരമെന്നും വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പി ടി.എൻ. സജീവൻ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ 18-നായിരുന്നു ഹോസ്റ്റൽ ബാത്റൂമിൽ നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപാഠികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിരുന്നതായി കുടുംബം പരാതി നൽകിയിരുന്നു. ആദ്യം പ്രതി ചേർത്ത 12 പേരിൽ ഒരാളായ അഖിലാണ് ഒടുവിൽ അറസ്റ്റിലായത്. മറ്റു പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂവെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു. SFI നേതൃത്വത്തിൽ വിചാരണ കോടതിയുണ്ടെന്ന വിധത്തിൽ പ്രചരിച്ച വാർത്തകൾ പോലീസും നിഷേധിച്ചു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ചില ന്യൂസ് ചാനലുകൾ പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്നത് എന്താണ്, ചാനലിൽ വന്നിരിക്കുന്നത് എന്താണ്? അങ്ങനെ ഞാൻ പറഞ്ഞതിനുള്ള ആരെങ്കിലും പറഞ്ഞിട്ട് അതിനൊരു തെളിവ് ഹാജരാക്കട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമൊന്നും ഞാൻ ഒരു ചാനലുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവിടെ അങ്ങനെ ഒരു പ്രത്യേക നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു. സംഭവത്തിൽ ഇന്നലെ 6 പേർ അറസ്റ്റിലായിരുന്നു. 30ഓളം പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വ്യാജവാർത്തയ്ക്കെതിരെ SFI പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ ആവശ്യപ്പെട്ടു. SFI ബന്ധമുള്ള ചിലർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നും ആർഷോ അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.